ഹായ്, ഇതാണ് വെണ്ടയ്ക്ക കൊണ്ടൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു തോരൻ ഉണ്ടാക്കാം. അതിന് നമുക്ക് വെണ്ടയ്ക്ക കഴുകി നല്ലവണ്ണം തുടച്ച് ഈർപ്പം എല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ സാധാരണ അരിയുന്നത് പോലെയല്ല, ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഒത്തിരി സമയം പണി ഉണ്ട്. ഇതേപോലെ കൊത്തി അരിഞ്ഞ് എടുത്ത് നമുക്ക് വറട്ടിയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഇതേപോലെ എല്ലാം കൊത്തി അരിഞ്ഞ് എടുക്കാം. വെണ്ടയ്ക്ക നമ്മളിതാ ഈ പാകത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊത്തി അരിഞ്ഞതാണ്. ഇത്തിരി ടൈം എടുക്കുമെങ്കിലും നമുക്ക് ടേസ്റ്റിയായ ഒരു തോരൻ ഉണ്ടാക്കി കഴിക്കാം. ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും കൂടെ അതേ രീതിയിൽ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കാണാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില ഓർത്താൽ അതും അതിഭയങ്കരം. എന്നാലും വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന ടൈമിന് കുറച്ച് കറിവേപ്പില കൂടെ ഇടാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ഓവർ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റെഡിയാക്കാം. ഇത്തിരി ടൈം എടുക്കും. സമയം ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. ഇത് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഇത്രയും പാകമായിട്ടുണ്ട്. ഇതിലൊരു വഴുവഴുപ്പുള്ളത് കൊണ്ട് അത് ഇത്തിരി ഒരു പാടാണ്. എന്നാലും ഏകദേശം അതിൻ്റെ വഴുവഴുപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കൂട്ടത്തിൽ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് രണ്ടും ചേർന്ന് നല്ലവണ്ണം ഒന്ന് വറണ്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടോ, ഈ പാകമായിട്ടുണ്ട്. മൂത്ത് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും സവാളയും കൂടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണമല്ലോ. അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ഈ അരപ്പെല്ലാം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിക്കൊള്ളണം. ഇതാ കണ്ടോ, നല്ല പൂക്കല പോലെ വീഴുന്നുണ്ടാവും. ഇങ്ങനെയാവും. വെണ്ടയ്ക്ക നമുക്ക് വഴുവഴുപ്പുള്ളതാണെങ്കിൽ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റായ തോരൻ നമുക്ക് റെഡിയായി കിട്ടും. ഒരല്പം ടൈം എടുക്കുമെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാമല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ലീവുള്ള സമയത്തൊക്കെ ഇതേപോലെ ഇരുന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിൻ്റെ കൂടെ എല്ലാം കൊണ്ടുപോകാനെല്ലാം പറ്റിയ ഒരു തോരനാണ്. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്ത് തോരനാണെന്ന് ഒറ്റ നോക്കിൽ ആർക്കും മനസ്സിലാവില്ല. അതിനു വേണ്ടിയാണ് ഈ വെണ്ടയ്ക്ക കൂടെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക കൊണ്ട് ഇത്രയും സൂപ്പറും ടേസ്റ്റിയുമായ ഒരു തോരൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.